കടക്കുന്നത്. തിരുവനന്തപുരം ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ മോഷണം. കൈക്കുഞ്ഞിന്റെ പാദസരം മോഷ്ടിച്ചു. പ്രതി കൊല്ലം സ്വദേശി ബാബു പിടിയിലായി. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചിട്ടുണ്ട്. പ്രേക്ഷകർ ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. സലീം മാലിക് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. സലീമ, ഈ പ്രതി പിടിയിലായിട്ടുണ്ട്. ഈ CCTV ദൃശ്യങ്ങളിൽ തന്നെ ഈ മോഷണത്തിന്റെ മുഴുവൻ വിവരങ്ങളുമുണ്ട്. അതിന്റെ പോലീസിന് കാര്യങ്ങൾ കുറെ കൂടി എളുപ്പമായിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ എന്താണ് അവിടെ സംഭവിച്ചത് സലീം? വിജയകുമാർ, ഇന്നലെ രാത്രിയോടുകൂടിയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. അതായത് ഈ സംഭവം ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണ്. വലിയ തിരക്കുള്ള സമയമാണ്. ഇന്നലെ പ്രത്യേകിച്ചും വൈകുന്നേരം ഈ ആറ്റുകാൽ ക്ഷേത്രത്തിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. അവിടെ ഓരോരുത്തരും തിങ്ങി ഞെരുങ്ങിയാണ് ഈ അവിടേക്ക് മുന്നിലേക്ക് പോകുന്നത്. അതിനിടയിലാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയും. കൊല്ലം സ്വദേശിയായ ബാബു ഒരു കൈക്കുഞ്ഞിന്റെ കാലിൽ കിടന്ന കൊലുസ് മോഷ്ടിച്ചെടുക്കുകയാണ്. അത് വളരെ തന്ത്രപൂർവ്വം കൊലുസ് മോഷ്ടിച്ചെടുത്ത് മുണ്ടിനിടയിലേക്ക് വെച്ചതിന് ശേഷം ഒന്നും അറിയാത്തതുപോലെ പോവുകയും പിന്നീട് അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടിക്കളയുകയും ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചത്. ഈ ദൃശ്യങ്ങൾ ഈ പല ക്യാമറ ആംഗിളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി ലഭിച്ചതോടുകൂടി പോലീസിന് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നു. അതിനുശേഷമാണ് അത് കൊല്ലം സ്വദേശിയായ ബാബുവാണ് ആ മോഷണത്തിന് പിന്നിൽ എന്ന് തിരിച്ചറിഞ്ഞത്. ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ ഇവർ പരാതി നൽകിയിരുന്നു. കുഞ്ഞിന്റെ കൊലുസ് കാണാനില്ല എന്നൊരു പരാതി അവരുടെ ഈ മാതാപിതാക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടതിന് തൊട്ടു പിന്നാലെ അവിടെ ക്ഷേത്ര ഭാരവാഹികളെ അറിയിക്കുകയായിരുന്നു. അതിന് പിന്നാലെയാണ് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചത്. ആ CCTV ദൃശ്യങ്ങളിൽ തന്നെ വളരെ വേഗത്തിൽ പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞു. അതിന് പിന്നാലെ പോലീസിന്റെ പരാതിയിൽ ആളെ തിരിച്ചറിയുകയും വളരെ വേഗത്തിൽ പോലീസ് പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ചെയ്തത്. വിജയകുമാർ, പ്രതി കൊല്ലം സ്വദേശി ബാബുവാണ്. അയാൾ പിടിയിലായിട്ടുണ്ട്. മോഷണത്തിന് ശേഷം അയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നത് ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ പോലീസിന് വിവിധ ക്യാമറകളിൽ നിന്ന് CCTVകളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. പ്രതിയെ പിടികൂടാൻ അത് വലിയ തോതിൽ സഹായകമാവുകയും ചെയ്തു. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്.